അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. JK പെട്ടെന്ന് തന്നെ എക്സ്ക്യൂസ് മീ മാഡം എന്ന് പറയണം കേട്ടോ. പെട്ടെന്ന് അർച്ചന തിരിഞ്ഞു നോക്കുമ്പോൾ JK കാണുകയാണ് കേട്ടോ. ഒരു കേസുണ്ട്, അതാണ് എന്നിങ്ങനെ ദീപ്തിയും വസും പറയണ്. ഇയാൾ നേരത്തെ വന്നു പോയിരുന്നു എന്ന് പറയണ്. എന്തായാലും ശരി, ഇയാളുടെ കേസ് ഞങ്ങൾക്ക് എടുക്കാൻ താല്പര്യമില്ല. കാരണം ഞങ്ങൾക്കിവിടെ ഒരുപാട് കേസുകളുണ്ട്. ഇനിയും ഒരു കേസും കൂടി എടുത്തു കഴിഞ്ഞാൽ അത് പെൻഡിങ് ആവും. അതുകൊണ്ട് താല്പര്യമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ദീപ്തിയും വസും ആകെ അർച്ചനയെ ഇങ്ങനെ നോക്കുകയാണ്. എൻ്റെ കേസിൻ്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കുന്നില്ലല്ലോ, ഞാൻ പറയട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ JK പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, തീർത്തും പറ്റില്ല, ഈ കേസ് ഇവിടെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വല്ല വക്കീലന്മാരെ വേറെ കണ്ടോളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ JK ഒരു സിഗരറ്റ് എടുക്കുകയാണ്. സിഗരറ്റ് എടുത്തിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഞെരടി കളയണം കേട്ടോ. അത് കാണുമ്പോൾ അങ്ങനെ അർച്ചനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. JK പറയുന്നുണ്ട്, ഓ ഭവതി ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല അല്ലേ, എന്നാൽ ശരി ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങിയതും ദീപ്തിയും വസും പറയുന്നുണ്ട്, എന്താ മാഡം, അവരുടെ ആ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ എന്തെങ്കിലും ഒരു ഇത് കേൾക്കാമായിരുന്നു, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ മുകുന്ദൻ്റെ കൂടെ കിടന്നതല്ലേ, അത് നമുക്കറിയാമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന ശരി നിൽക്ക്, ഞാനൊന്ന് അയാളെ കണ്ടിട്ട് വരട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷം JK ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അർച്ചനയെ കണ്ടപ്പോൾ, എന്താ ഭവതിക്ക് വീണ്ടും മനസ്സ് മാറിയോ, വീണ്ടും എൻ്റെ കേസെടുക്കാൻ തീരുമാനിച്ചു എന്നിങ്ങനെ ചോദിക്കും. കേസെടുക്കാൻ തീരുമാനിക്കുകയല്ല, അർച്ചനയ്ക്ക് പെട്ടെന്ന് തന്നെ കരിമലക്കൊടിയത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. നിങ്ങൾ എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി മാത്രമാണോ നടക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, പക്ഷേ നിങ്ങളുടെ ആ ഉദ്ദേശം ഒന്നും നടക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ ആ ഉദ്ദേശത്തിലൊന്നും അല്ല വന്നിരിക്കുന്നത്, ഭവതിക്ക് അത് മനസ്സിലായാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അർച്ചന ദേഷ്യത്തോട് കൂടിയിട്ട് JKയോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് JK ശരി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറി പോവുകയാണ് കേട്ടോ. അതേസമയം അർച്ചന അകത്തേക്ക് വന്നിട്ട് ദീപ്തിയും വസുവും ചോദിക്കുന്നു, പിന്നെ മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങേരുമായിട്ട് ചോദിക്കുകയാണ്. ഈ ഒരു പ്രശ്നമില്ല, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അയാൾ മദ്യത്തിൽ കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് ആകെ മൊത്തം ഒരു സംശയം തോന്നുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നടക്കണം കാണുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ വിജയേട്ട അത്ര ഒരു ടെൻഷൻ പോലെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ഞാൻ അർച്ചനയെ പറ്റി ചിന്തിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ, അർച്ചനയെ പറ്റി ചിന്തിക്കുകയോ, അപ്പോൾ എന്നെപ്പറ്റി ചിന്തിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതല്ല, ഞാൻ അർച്ചനയെ എങ്ങനെ പിന്നെ തോൽപ്പിക്കാമെന്ന് ചിന്തിക്കുകയാണ് എന്നിങ്ങനെ പറയണം. ഏതായാലും അച്ചു നമ്മുടെ കാൽച്ചുവട്ടിലെത്തിയില്ലേ, അതേപോലെ തന്നെയാണ് ചിന്നുവിനെയും ഞാൻ കൊണ്ടുവരും, എന്നിട്ട് അവളുടെ തോൽവി എനിക്ക് കാണണം എന്നിങ്ങനെ പറയണം. എന്താ ചിന്നുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട്, അവൾക്ക് 18 വയസ്സായി കഴിഞ്ഞാൽ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, അല്ല ഹയർ സ്റ്റഡീസിന് പറഞ്ഞയക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ വേണ്ട പോലെ ചെയ്യാം, പക്ഷേ എന്തെന്നെ കാര്യമാണെങ്കിലും ശരി, ഞാൻ ആ അമ്പാട്ടിലേക്ക് ഞാൻ ഒരിക്കലും പോകില്ല, അവളുടെ മുൻപിൽ ഞാൻ അടിയറവ് വെക്കില്ല എന്നിങ്ങനെ ചന്ദ്രദേഷ്യത്തോടു കൂടി പറയണം കേട്ടോ. അഥവാ ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ അർച്ചന തോൽക്കണം എന്നിങ്ങനെ പറയണം. പിന്നീട് അർച്ചന വീട്ടിൽ വരുമ്പോൾ മുകുന്ദനും അനന്തവും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ അച്ചുവിൻ്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ എന്തായാലും വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, സാരമില്ല, അവൻ വന്നില്ലെങ്കിൽ ശരി, അവനൊരു ഫോൺ കോളെങ്കിലും ചെയ്യാമായിരുന്നു, എന്തായാലും അവൻ ഇത്രയ്ക്ക് നമ്മളെ മറന്നുപോയോ എന്നല്ല. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അർച്ചന പറയുകയാണ്, ശരി നമുക്കൊരു കാര്യം ചെയ്യാം, അവനല്ലേ ഇങ്ങോട്ടേക്ക് വരാതിരുന്നുള്ളൂ, നമുക്ക് അവൻ്റെ പോലീസ് ക്യാമ്പിലേക്ക് പോകാമെന്നിങ്ങനെ പറയണം കേട്ടോ. ട്രെയിൻ ക്യാമ്പിലേക്ക് ഇങ്ങനെ പോകാമെന്ന് പറയുമ്പോൾ മഞ്ജുവിന് ആകെ ടെൻഷനാകണം കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ അച്ചു കംപ്ലീറ്റ് കാര്യങ്ങളും പറയുമല്ലോ, അപ്പോൾ തൻ്റെ കള്ളക്കളി പിടിക്കുമോ എന്നുള്ളത് തോന്നുമ്പോൾ മഞ്ജു പറയുന്നത്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കാണണ്ട എന്ന് അവൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അവനെ എന്നോടൊരാൾ പറഞ്ഞു, ഇതിലേ അവൻ പോയിട്ടുണ്ടായിരുന്നു, എന്നിട്ടും കൂടി ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതെയോ, എന്തായാലും ശരി, അവനല്ലേ നമ്മളെ കാണാതെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവനെ കാണാം, അല്ലെങ്കിൽ അവനെ ഒറ്റപ്പെട്ടു പോകുള്ളൂ, അവൻ ആരും ഇല്ലാതായി തീരുള്ളൂ എന്നെല്ലാം അങ്ങനെ അവർ പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവർ പോയത് രമ്യ ചോദിക്കുന്നു മഞ്ജുവിനോട്, ചേച്ചി പറഞ്ഞത് സത്യമാണോ, ഇതിലേ പോയോ, ഞാനും ചിന്നുമോളും അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ, അതെ ഇതിലേ പോയി, അവൻ ഒന്നും വന്നില്ല, അത് ഉറപ്പായ കാര്യമാണ്, അതുപോലെ അവന് നമ്മളെ ഒന്നും കാണാനും താല്പര്യമില്ല എന്നിങ്ങനെ രമ്യയോട് മഞ്ജു പറയുകയാണ് കേട്ടോ. അതിനുശേഷം റൂമിൽ പോയ അർച്ചന ചിന്നുവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ ചിന്നു ഇങ്ങനെ വിഷമിച്ചിരിക്കണേ, എന്ത് പറ്റി മോളെ, എന്താ നിനക്ക് പ്രശ്നം, കുഞ്ഞമ്മാവനെ കാണാഞ്ഞിട്ടാണോ, എന്താ നിൻ്റെ വിഷമം എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും അല്ല അമ്മേ, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, ശരി എന്നാൽ ഞാനൊരു ചുക്ക് കാപ്പി ഇട്ടിട്ട് വരാം എന്ന് പറയുമ്പോൾ, വേണ്ട അമ്മേ, അമ്മ ഇവിടെ ഇരിക്കുമോ എന്ന് പറയണം. പിന്നെ നിനക്ക് കോളേജിൽ വല്ല പ്രശ്നമുണ്ടോ, വല്ല പൂവാലന്മാരുടെയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുകയോ, അതൊന്നും പ്രശ്നമില്ല, ഞങ്ങളുടെ അവിടെ ഒരു പുതിയ സാറ് വന്നു, ആ സാറ് ഇന്നൊരു കുട്ടിയെ പുറത്താക്കി, അതിൻ്റെ വിഷമമാണ്, കഥയൊക്കെ എഴുതുന്ന സാറില്ലേ, ആ JK സാറ്, അയാളാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിശയോക്തിയോട് കൂടിയിട്ട് അർച്ചന ഇങ്ങനെ ചോദിക്കണം, അതെയോ ആ സാറാണോ വന്നിരിക്കുന്നത് എന്ന്.